നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ പിടി ഒന്നയഞ്ഞപ്പോൾ അശാന്തമാകുകയാണ് കശ്മീർ. കശ്മീർ താഴ്വര വിട്ട ഭീകരർ ഇപ്പോൾ ജമ്മുവിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനകളാണ് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ കശ്മീരിൽ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ ജമ്മുവിൽ നടന്നത് 6 ആക്രമണങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ ശാന്തമായിരുന്നു. എന്നാൽ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അശാന്തിയുണ്ടാക്കാൻ ഭീകരർ ശ്രമിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടിയിരുന്നു. അമർനാഥ് തീർത്ഥാടന കാലത്തും ഇതേ ആശങ്കയുണ്ടായിരുന്നതിനാൽ അന്ന് ശക്തമായ സുരക്ഷയൊരുക്കി. എന്നാൽ ശ്രീനഗർ താഴ്വര താരതമ്യേന ശാന്തമായിരിക്കുമ്പോൾ ജമ്മു ഭീഷണിയുടെ ഭീതിയിലാണ്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയപ്പോൾ മുതൽ ജമ്മുവിലെയും പ്രത്യേകിച്ച് കാശ്മീരിലെയും സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരുന്നു. പൊതുവെ ഭീകരരുടെ ഭീഷണി കുറവുള്ള ജമ്മുവിൽ താരതമ്യേന സൈനിക വിന്യാസം കുറവാണ്. കശ്മീർ വിട്ട ഭീകരർ ജമ്മുവിൽ കേന്ദ്രീകരിക്കാൻ കാരണമായി കണക്കാക്കുന്നത് ഇതാണ്. ഇതിനിടയിലാണ് ലഡാക്കിലെ ഗൾവാൻ പ്രദേശത്ത് ചൈന ഭീഷണി ഉയർത്തിയത്. അതോടെ ആഭ്യന്തര സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പല സൈനിക യൂണിറ്റുകളെയും പിൻവലിച്ച് ലഡാക്കിലേക്ക് വിന്യസിക്കേണ്ടി വന്നു. കശ്മീരിലെ സുരക്ഷാ നിരയിൽ കുറവ് വരുത്താൻ കഴിയാത്തതിനാൽ താരതമ്യേന ഭീഷണി കുറഞ്ഞ ജമ്മുവിൽ നിന്ന് ഒട്ടേറെ യൂണിറ്റുകളെ അതിർത്തിയിലേക്ക് മാറ്റേണ്ടി വന്നു എന്നാണ് വടക്കൻ കമാൻഡിന്റെ മുൻ മേധാവി ലഫ്റ്റനന്റ് ജനറൽ BS ജയ്സ്വാൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ജമ്മു കശ്മീർ ലഡാക്ക് പ്രദേശങ്ങളിൽ 3 തരം സുരക്ഷാ സംവിധാനങ്ങളാണ് സൈന്യം ഒരുക്കിയിരിക്കുന്നത്. 1. നിയന്ത്രണ രേഖ ഉൾപ്പെടുന്ന അതിർത്തിയിൽ പാക് സൈനികാക്രമണവും നുഴഞ്ഞുകയറ്റവും ചെറുക്കുന്ന കാവൽ. 2. ഇന്ത്യയുടെ അധീനതയിലുള്ള ഭൂമിക്കുള്ളിൽ ഉയർന്നേക്കാവുന്ന ഭീകരരുടെ ഭീഷണി തടയാൻ പോലീസിനും മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾക്കും സഹായം നൽകുന്ന സേന. 3. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ലഡാക്കിലെ കാവൽ. 2 മാസങ്ങൾക്കിടയിലുണ്ടായത് 7 ഭീകരാക്രമണങ്ങളാണ്. മെയ് 4 ജമ്മുവിലെ പൂഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ ഒരു വ്യോമസേനാ സൈനികന് വീരമൃത്യു. ജൂൺ 9 ജമ്മുവിലെ റിയാസിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസിനു നേരെ നടന്ന ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. ജൂൺ 11 ജമ്മുവിലെ ബാദർവയിൽ സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 5 സൈനികരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വീരമൃത്യു വരിച്ചു. ജൂൺ 12 ജമ്മുവിലെ ദോഡ ജില്ലയിൽ പോലീസുകാർക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജൂൺ 26 ജമ്മുവിലെ ദോഡ ജില്ലയിൽ 3 ജെയ്ഷെ ഭീകരരെ സൈന്യം വധിച്ചു. ജൂലൈ 7 കശ്മീരിലെ കുൽഗാം ജില്ലയിൽ 2 സംഭവങ്ങളിലായി 2 സൈനികർ വീരമൃത്യു വരിക്കുകയും 6 ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു. ജൂലൈ 8 ജമ്മുവിലെ കത്വ ജില്ലയിൽ കരസേനാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചു. തർക്കം നിലനിന്നിരുന്ന ലഡാക്കിലെ പ്രദേശങ്ങളിൽ സൈന്യമാണ് കാവൽ. തർക്കമില്ലാത്ത പ്രദേശങ്ങളിൽ ഇൻഡോ ടിബറ്റൻ പോലീസും. എന്നാൽ ഗൾവാൻ സെക്ടറിലടക്കം പലയിടങ്ങളിലും ചൈനീസ് സൈന്യത്തിൻ്റെ ഭീഷണി രൂക്ഷമായതോടെ ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. ഇതുകൊണ്ടാണ് ജമ്മുവിൽ സൈനികരുടെ സാന്നിധ്യം കുറയാനും അത് ഭീകരർ മുതലെടുക്കാനും കാരണം.